ഈ പുള്ളി ഓർക്കുന്നുണ്ടോ? ഇപ്പോൾ 30 കഴിഞ്ഞിരിക്കുന്ന ടീംസിന്റെ ഒക്കെ ടീനേജ് ടൈമിൽ ബോളിവുഡിൽ അരങ്ങേറിയ നമ്മുടെ അമീർ ഖാന്റെ നെഫ്യൂ. ഈ സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തുക എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അതിനെ ഒന്നുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്ത് എന്റെ സ്വരം ഈ പരിപാടിക്ക് ചേർന്നതല്ല എന്ന് മനസ്സിലാക്കി സ്വയം അരങ്ങൊഴിയുക എന്ന മാതൃകാപരമായ തീരുമാനമെടുത്ത ഒരു ആക്ടറായിരുന്നു ഇദ്ദേഹം. 2008 ജാനേ തു യാ ജാനേന എന്ന സിനിമയിലൂടെയായിരുന്നു ഇദ്ദേഹത്തിന്റെ തുടക്കം. AR റഹ്മാന്റെ മ്യൂസിക്കിൽ നമ്മുടെ ജനീലിയ നായികയായി വന്ന ആ ഒരു സിനിമയിലെ ഒരു പാട്ട് അക്കാലത്ത് വലിയ ട്രെൻഡിങ് ആയിരുന്നു. ആ പടവും ഒരു സക്സസ് ആയിരുന്നു. എന്നാൽ ഒരു ബോയ് നെക്സ്റ്റ് ഡോർ പരിപാടിയിൽ തുടങ്ങിയ ഇദ്ദേഹം ആ ഒരു ഇമേജ് നിലനിർത്താൻ ശ്രമിക്കുന്നതിന് പകരം തൊട്ടടുത്തതായി 2 സീരിയസ് മോഡുകളിലുള്ള സിനിമകളിൽ അഭിനയിച്ചു, കിഡ്നാപ്പ് ആൻഡ് ലക്ക്. എന്നാൽ ഈ 2 പടങ്ങളും ബോക്സ് ഓഫീസ് പരാജയങ്ങളായിരുന്നു. ശേഷം 2010 ഐ ഹേറ്റ് ലവ് സ്റ്റോറീസ് എന്ന സിനിമയിലൂടെ അദ്ദേഹം തന്നെ കംഫർട്ട് സോണിലേക്ക് തിരിച്ചു വന്നു. എന്നാൽ 2011 ഇറങ്ങിയ ഡൽഹി ബില്ലി എന്ന സിനിമയായിരുന്നു അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും നോട്ടബിൾ ആയിട്ടുള്ള ഫിലിം. അതുവരെ അദ്ദേഹം ചെയ്തതിൽ നിന്ന് ഏറ്റവും വ്യത്യസ്തമായ ഒരു സിനിമ. വയലൻസും മറ്റു കാരണങ്ങളും മൂലം A സർട്ടിഫിക്കറ്റ് കിട്ടിയ ആ ഒരു സിനിമ എന്നാൽ ബോക്സ് ഓഫീസിൽ ഒരു വിജയമായിരുന്നു. ഇതിന് തൊട്ടടുത്തതായി അതേ വർഷം തന്നെ അദ്ദേഹത്തിന്റേതായി ഇറങ്ങിയ മറ്റൊരു സിനിമയായിരുന്നു മെരി ബ്രദർ കി ദുൽഹൻ. വളരെ മികച്ച 3-4 പാട്ടുകളുള്ള ഒരു സിനിമയായിരുന്നു അത്. ആ പടത്തിലെ കേസാ യേ ഇഷ്ക് ഹേ എന്ന പാട്ട് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ കേട്ടു നോക്കണം. ഇതിനുശേഷം 2012 പുറത്തിറങ്ങിയ എക് മേ ഓർ എക് തു എന്ന സിനിമയും ഹിറ്റായിരുന്നു. എന്നാൽ അവിടെ നിന്ന് അങ്ങോട്ട് 2015 വരെ അദ്ദേഹത്തിൻ്റെതായി 4ഓളം സിനിമകൾ പുറത്തിറങ്ങിയിരുന്നെങ്കിലും അതിൽ ഒരു സിനിമയും ശ്രദ്ധിക്കപ്പെട്ടുമില്ല, വലിയ വിജയവുമായില്ല. അതേസമയം അതിനോടകം ബോളിവുഡിൽ രൺബീർ കപൂർ, രൺവീർ സിംഗ്, സിദ്ധാർത്ഥ് മൽഹോത്ര, വരുൺ ധവാൻ തുടങ്ങിയ യങ്സ്റ്റേഴ്സ് ചുവടുറപ്പിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ 2015 അദ്ദേഹം തന്റെ കരിയർ അവസാനിപ്പിച്ചു. സിനിമാ പാരമ്പര്യവും പശ്ചാത്തലവുമുള്ള അദ്ദേഹം അതുപയോഗിച്ച് വീണ്ടും സിനിമകൾ ഇറക്കാൻ ശ്രമിക്കാതെ സ്വയം അപ്രത്യക്ഷനായതുകൊണ്ട് ബോളിവുഡ് ഫാൻസിനിടയിൽ ഇപ്പോഴും ഇദ്ദേഹത്തിന് ഒരു റെസ്പെക്ട് നിലനിൽക്കുന്നുണ്ട്.